അതെന്താകുമെന്ന് പ്രവചിക്കാൻ മുത്തശ്ശിക്ക് ത്രികാലജ്ഞാനൊന്നും ഇല്ലല്ലോ. ഇപ്പോഴത്തെ കാര്യമാണ് മുഖ്യം. ഇവിടെ ഇപ്പോ പൂജയുടെ മാനസികാവസ്ഥ നേരെയാക്കാൻ അങ്ങനൊരു തീരുമാനമാണ് നല്ലത്. ആരെന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും കുഞ്ഞിനെ പൂജയ്ക്ക് നൽകാൻ ഞാൻ തീരുമാനിച്ചു. ഇങ്ങോട്ട് എടുത്തോണ്ട് വന്ന് കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് ഉറങ്ങാറുന്നില്ലേ? ശരി, പോയി കിടന്ന് ഉറങ്ങിക്കോ. ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ചൂട് സഹിക്കാൻ വയ്യാതെ വഴിപാട് നടത്തി മഴ പെയ്ച്ചിട്ട് പിന്നെ മഴ നിർത്താൻ വേണ്ടി വേറെ വഴിപാട് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. ഇതിലും ഭേദം അവൾക്ക് പൂജ്യമോളോടുള്ള ശത്രുതയായിരുന്നു. നിങ്ങളിൽ ആരാ ശരി തെറ്റെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആമ ഇപ്പൊ ഈ കാണിച്ചു കൂട്ടുന്നത് ഓർത്ത് നിങ്ങൾ ആരും സന്തോഷിക്കണ്ട. അവളുടെ മനസ്സറിയാൻ ഇന്നുവരെ ദൈവത്തിന് പോലും കഴിഞ്ഞിട്ടില്ല. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഇനി എല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും എതിരഭിപ്രായം